അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സആദത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ മാർഗമെന്നത്, അടിസ്ഥാന കാര്യമെന്നത് അത് ഈമാനും തഖ്വയുമാണ്. ഈമാനിലും തഖ്വയിലുമാണ് യഥാർത്ഥ സൗഭാഗ്യം നിലകൊള്ളുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനുകൾ, അവരാണ് സഹോദരങ്ങളെ യഥാർത്ഥ സൗഭാഗ്യത്തിന്റെ ഉടമകൾ. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത കുഫാറുകളായിട്ടുള്ള ആളുകൾ, അവർക്ക് ഈ ദുനിയാവിൽ സൗഭാഗ്യ ജീവിതത്തിന്റെ ചില വശങ്ങൾ, ചില അംശങ്ങൾ അവർക്ക് ഒരു പക്ഷെ ദുനിയാവിൽ ലഭിച്ചെന്ന് വന്നേക്കാം. ആ ലഭിച്ചതിൽ പോലും അവർ തൃപ്തരല്ല. ആ ലഭിച്ച സുഖങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ അവർക്ക് പരിപൂർണമായ ആസ്വാദനം, സുഖം ആസ്വദിക്കാൻ കഴിയുകയില്ല. എന്നാൽ ആഖിറത്തിലാകട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വന്നാറു മസ്വൽ ലഹും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കുഫാറുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, യഥാർത്ഥ സൗഭാഗ്യത്തിന്റെ ഉടമ അത് ഈമാനുള്ള വ്യക്തിയാണ്, മുഅ്മിനാണ് യഥാർത്ഥ സആദത്തിന്റെ ഉടമ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ സൗഭാഗ്യത്തിന്റെ ഉടമ. എന്താണ് തഖ്വ? ഇൻഷാ അല്ലാഹ് തഖ്വയെ കുറിച്ച് ഒരല്പസമയ ശേഷം വരും അതിന്റെ വിശദീകരണങ്ങൾ. യഥാർത്ഥ തഖ്വ അനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സആദത്തു ലഭിച്ച വ്യക്തി. എന്നാൽ ഈ തഖ്വക്ക് വിപരീതമായി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തോന്നിവാസിയായി ജീവിക്കുന്ന, തെമ്മാടികളായി ജീവിക്കുന്ന ആളുകൾക്ക്, അവർക്ക് അവരുടെ ഈമാൻ കുറയുന്നതിനനുസരിച്ച് സൗഭാഗ്യ ജീവിതത്തിന്റെ അംശവും അവരുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നതാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തിന്മകൾ ചെയ്യുന്നതിലൂടെ ഈമാൻ അത് കുറഞ്ഞു പോകുമെന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ അഖീദയാണത്. നന്മകൾ ചെയ്യുന്നതിലൂടെ ഈമാൻ വർദ്ധിക്കുകയും തിന്മകൾ ചെയ്യുന്നതിലൂടെ ഈമാൻ കുറഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കിയ ആദ്യത്തെ അടിസ്ഥാന കാര്യം എന്നുള്ളത് ഈമാനാണ്. ആ ഈമാനിന്റെ അളവ് ഈ തഖ്വക്ക് വിപരീതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഈമാനിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഈമാനിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് അവന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യം, അവന്റെ സൗഭാഗ്യത്തിന്റെ അളവും അവന്റെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നതാണ്. അപ്പൊ സഹോദരങ്ങളെ, യഥാർത്ഥ സൗഭാഗ്യത്തിന്റെ ഉടമ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനും മുത്തഖിയുമായ വ്യക്തിയാണ് എന്ന കാര്യം നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഒരു കവി പറഞ്ഞതുപോലെ ലഅംറുക മസ്സആദതു ജംഅ മാലിൻ വലകിന്ന തഖിയ ഹുവ സഈദു. സആദത്ത് എന്നത്, യഥാർത്ഥ സൗഭാഗ്യം എന്നത്, അത് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നതിലല്ല, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുക എന്ന കാര്യത്തിലല്ല യഥാർത്ഥ സആദത്ത് എന്ന കാര്യം നിലകൊള്ളുന്നത്. മറിച്ച് വലകിന്ന തഖിയ ഹുവ സഈദു, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന തഖിയായ മുത്തഖിയായ വ്യക്തിയാണ് സഈദ്, യഥാർത്ഥ സൗഭാഗ്യവാൻ. വതഖ്വല്ലാഹി ഖൈറുസ്സാദി ദുഖറൻ, പരലോകത്തേക്കുള്ള യാത്രയിൽ ഒരുക്കി വെക്കാനുള്ള വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായ പാഥേയം, വിഭവം അത് തഖ്വയാണ്. വഇൻദല്ലാഹി ലിൽ അത്ഖാ മസീദു, അങ്ങനെ പരലോകത്തേക്കുള്ള യാത്രയിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് തഖ്വ എന്ന പാഥേയത്തോടുകൂടി പരലോകത്തെത്തിയ അള്ളാഹുവിന്റെ അടുക്കലെത്തിയ വ്യക്തിക്ക്, അങ്ങനെയുള്ള മുത്തഖീങ്ങൾക്കഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അവർക്ക് നൽകിയതിനു പുറമെ പരലോകത്തത അങ്ങനെയുള്ള തഖ്വ പാലിച്ച ആളുകൾക്ക് അള്ളാഹു ധാരാളമായി അധികം നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. സഹോദരങ്ങളെ, തഖ്വയും ഈമാനുമാണ് യഥാർത്ഥ സൗഭാഗ്യത്തിന്റെ അടയാളം. എന്താണ് സഹോദരങ്ങൾ തഖ്വ എന്ന്? നമ്മുടെ മുൻഗാമികൾ, നല്ലവരായ മുൻഗാമികൾ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത്
പല രീതിയിൽ പല തരത്തിൽ തഖ്വയെ നിർവചിച്ച് നമുക്ക് പറഞ്ഞു തന്നതായി കാണാൻ സാധിക്കും. അതിലേറ്റവും മനോഹരമായതും എന്നാൽ ദീനിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതുമായ ഒരു നിർവചനമാണ് മഹാനായ താബിഈ തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ തഖ്വ എന്നതിന് നൽകിയിട്ടുള്ള നിർവചനം. എന്താണ് തഖ്വ? അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹി റജാഅ സവാബില്ലാഹ്. തഖ്വ എന്ന് പറഞ്ഞാൽ നീ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുക, നന്മകൾ ചെയ്ത് ജീവിക്കുക, പുണ്യങ്ങൾ ചെയ്ത് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക. എങ്ങനെയാണ്? തോന്നിയ കാര്യങ്ങളൊക്കെ നന്മ എന്ന് പറഞ്ഞ് ചെയ്യലാണോ തഖ്വ? അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നന്മ എന്ന് പറഞ്ഞ് ചെയ്യലാണോ തഖ്വ? അല്ല. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ വഹിയാകുന്ന പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്തെല്ലാം അള്ളാഹു പുണ്യമാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങളുണ്ടോ, നിർബന്ധവും ഐച്ഛികവുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് നീ അള്ളാഹുവിന്റെ റജാ സവാബിൽ, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നീ ചെയ്യുക എന്നതാണ് തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം. അദ്ദേഹം തുടരുകയാണ്, വഅൻ തത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹി ഖീഫത അദാബില്ലാഹ്. തഖ്വ എന്ന് പറഞ്ഞാൽ മഅസിയത്തുകൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നീ വിട്ടുനിൽക്കലാണ്, തിന്മകളിൽ നിന്ന് നീ വിട്ടുനിൽക്കുക. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ വഹിയാകുന്ന പ്രകാശത്തിന്റെ നൂറിന്റെ അടിസ്ഥാനത്തിൽ. എന്തെല്ലാം തിന്മയാണ്, ഹറാമാണ്, നിഷിദ്ധമാണ്, പാടില്ല എന്ന് ശറഅ് പഠിപ്പിച്ച കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നീ വിട്ടുനിൽക്കുക. ഖീഫത അദാബില്ലാഹ്, എന്തിനു വേണ്ടിയാണ് നീ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട്, അള്ളാഹുവിന്റെ അദാബ് ഭയന്നുകൊണ്ട്, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതാണ് സഹോദരങ്ങളെ തഖ്വ എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൂടിച്ചേരുന്നതാണ് തഖ്വ. സഹോദരങ്ങളെ, സഹോദര സഹോദരി, രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ, നിന്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ടോ എങ്കിൽ നീ മുത്തഖിയാണ്. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഫിഅലുൽ മഅമൂറാത്ത് വ തർക്കുൽ മൻഹിയാത്ത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു നിർബന്ധമാക്കിയ, ഫർളാക്കിയ, വാജിബാക്കിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് നീ പ്രാവർത്തികമാക്കണം. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഐച്ഛികമായി നമ്മുടെ ദീനിൽ ശറഅാക്കി തന്നിട്ടുള്ള മുസ്തഹബായ സുന്നത്തായ കാര്യങ്ങൾ നീ വർദ്ധിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ് എങ്കിൽ അത് തഖ്വയുടെ പൂർണ്ണതയാണ്. രണ്ടാമത്തെ കാര്യം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ, പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങൾ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം, ചെയ്യണം. പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പാടില്ല. വാജിബുകൾ ചെയ്യുകയും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. ഇതാണ് സഹോദരങ്ങളെ തഖ്വ എന്ന് പറഞ്ഞാൽ. നോക്കൂ, നിങ്ങൾ വാജിബായ ജമാഅത്തായ നിസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വാജിബാണ്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. 5 നേരം പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്, അത് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതിൽ വീഴ്ച വരുത്തുക എന്നത് തഖ്വയിൽ വരുന്ന വീഴ്ചയാണ്. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ മാതാപിതാക്കൾ അനുസരിക്കുക എന്നത്, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർ അനുസരിക്കുക എന്നത്, അതുപോലെ ഹിജാബ് കൃത്യമായ രീതിയിൽ ചെയ്യപ്പെട്ട രീതിയിൽ ഹിജാബ് ധരിക്കുക എന്നത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. അതൊരു വ്യക്തി ചെയ്തേ പറ്റൂ, ചെയ്യുക എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് തഖ്വയുടെ ഭാഗമാണ്. അതിൽ വീഴ്ച വരുത്തുക എന്നത് തഖ്വയിൽ വരുന്ന വീഴ്ചയാണ്. അപ്പൊ സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് തഖ്വ എന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക.
അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു പറയാം, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട്, ഈമാനുള്ളവനായിക്കൊണ്ട്, ഈമാനുള്ളവളായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോ, ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. നോക്കൂ, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് നൽകുന്ന പ്രതിഫലമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൽ അല്ലാഹു രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ഈമാൻ, രണ്ടാമത്തത് അമലു സാലിഹാത്ത്, സൽക്കർമ്മമാണ്. അത് തഖ്വയുടെ ഭാഗമാണ്. സൽക്കർമ്മങ്ങൾ എന്നത് തഖ്വയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് തഖ്വയുടെ ഭാഗമാണ്. അമലു സാലിഹാത്ത് എന്നത് തഖ്വയുടെ ഭാഗമാണ്. നോക്കൂ, രണ്ട് കാര്യങ്ങൾ, ഈമാനും അമലു സാലിഹാത്തും. ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിലുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകുന്ന പ്രതിഫലം എന്താണ്? ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, ഏറ്റവും നല്ല ജീവിതം നാം അവർക്ക് നൽകുക തന്നെ ചെയ്യും. ഈ ദുനിയാവിൽ അവർക്ക് ഏറ്റവും സൗഭാഗ്യകരമായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമെന്നാണ്. ഇനി ആഖിറത്തിൽ അവർക്കുള്ള പ്രതിഫലം എന്താണ്? വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അതിന് യോജിച്ച പ്രതിഫലം ആഖിറത്തിൽ നാം അവർക്ക് നൽകുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. സൗഭാഗ്യകരമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ, അത് ഈമാനും തഖ്വയുമാണ്. ഈമാനും അമലു സാലിഹാത്തുമാണ്. ഈ അമലു സാലിഹാത്തിൽപ്പെട്ട, ഈ തഖ്വയുടെ ഭാഗമായി സൽക്കർമ്മങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് 3 ഗുണങ്ങൾ, മഹത്തരമായ 3 സ്വഭാവ ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ 3 സന്ദർഭങ്ങളിൽ അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ 3 മഹത്തരമായ സ്വഭാവ ഗുണങ്ങൾ, അല്ലെങ്കിൽ 3 മഹത്തരമായ ഇബാദത്തുകൾ, അതിനെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ഉസൂലു സആദ അല്ലെങ്കിൽ ഉൻവാനു സആദ, സൗഭാഗ്യത്തിന്റെ അടയാളങ്ങൾ, സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെറിയ രൂപത്തിൽ ആ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തൊക്കെയാണ് സഹോദരങ്ങൾ ആ സൗഭാഗ്യ ജീവിതത്തിന്റെ, സന്തോഷകരമായ സന്തുഷ്ടകരമായ ജീവിതത്തിന്റെ അടയാളങ്ങളായിട്ടുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് അശ്ശുക്റു ഇൻദൽ അതാ, നന്മകൾ ലഭിച്ചാൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കുക എന്നത്. രണ്ടാമത്തത് അസ്സബ്റു ഇൻദൽ ബലാ, പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നത്. മൂന്നാമത്തത് അൽ ഇസ്തിഗ്ഫാർ, തെറ്റുകൾ സംഭവിച്ചാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും പാപമോചനം തേടുകയും ചെയ്യുക എന്നത്. നോക്കൂ നിങ്ങൾ, ഇത് 3 സൽക്രമങ്ങളാണ്. ഇത് 3 മഹത്തരമായ ഇബാദത്തുകളാണ്, തഖ്വയുടെ ഭാഗമാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉസൂലു സആദ എന്ന്, സൗഭാഗ്യ ജീവിതത്തിന്റെ അടയാളങ്ങൾ എന്ന്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്.